ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അകലെ നിൽക്കുന്നതാണ് അത്ഭുതമായി നമ്മൾ അവതരിപ്പിക്കുന്നത്. പാരീസിലെ ഐഫൽ ടവർ ഒരു അന്താരാഷ്ട്ര മേളയുടെ കവാടമാണ്. ഐഫൽ ടവർ ഉണ്ടാക്കിയ സമയത്ത് അത്ഭുതമായിട്ട് ആരും കണ്ടില്ല. പക്ഷേ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും സന്ദർശകർ എത്തിത്തുടങ്ങിയപ്പോൾ അത് അത്ഭുതമായി മാറി. മഹാത്ഭുതങ്ങൾ എന്തൊക്കെ എന്ന് എഴുതാൻ ടീച്ചർ കുട്ടികളോട് ആവശ്യപ്പെട്ടു. ഒരു കുട്ടി മാത്രം ഉത്തരം എഴുതി തീരാതെ ഇരിക്കുന്നത് കണ്ട് ടീച്ചർ ചോദിച്ചു, നിന്റെ പട്ടിക ഇനിയും തീർന്നില്ലേ? അവൻ പറഞ്ഞു, ഞാൻ എഴുതിയിട്ട് തീരുന്നില്ല. ടീച്ചർ അടുത്ത് ചെന്ന് നോക്കുമ്പോഴും അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ലോകാത്ഭുതങ്ങൾ ഇവയൊക്കെയാണ്: കാണാനും കേൾക്കാനും സ്പർശിക്കാനും രുചിക്കാനും ചിരിക്കാനും സ്നേഹിക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ള കഴിവുകൾ. മനുഷ്യൻ നിർമ്മിതമായതിനേക്കാൾ വലിയ അത്ഭുതമാണ് മനുഷ്യൻ. സ്വയം ഒരു അത്ഭുതമാണെന്ന് തിരിച്ചറിഞ്ഞവർക്ക് മാത്രമേ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അസാധാരണ പ്രതിഭകളോ അത്ഭുത പ്രവൃത്തികളോ ആയി ആരും ജനിക്കുന്നില്ല. മറ്റുള്ളവരെല്ലാം സ്വാഭാവികമെന്നും സാധാരണമെന്നും എഴുതി തള്ളിയ സവിശേഷതകളെ സ്വയം കണ്ടെത്തി പരിപോഷിപ്പിച്ചവരാണ് പിന്നീട് അത്ഭുതങ്ങളായി ആരാധിക്കപ്പെട്ടത്. വളരെ സാധാരണക്കാരായവരുടെ അസാധാരണമായ കാഴ്ചപ്പാടുകൊണ്ടും കഷ്ടപ്പാടുകൊണ്ടുമാണ് അസാധാരണമായ പലതും സംഭവിച്ചത്. എന്നും വ്യാപരിക്കുന്ന ഇടങ്ങളിലെ അത്ഭുതങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തവരാണ് മറ്റെവിടെയോ ഉള്ള അത്ഭുതങ്ങൾ തേടി നടക്കുന്നത്. നിൽക്കുന്ന സ്ഥലത്ത് ആയിരിക്കുന്ന അവസ്ഥയിൽ പ്രകടിപ്പിക്കുന്ന അസാധാരണത്വമാണ് അത്ഭുതം. ബീഥോവനും ഹെലൻ കെല്ലറും അത്ഭുതമാകുന്നത് അങ്ങനെയാണ്. മനുഷ്യനെ മനുഷ്യനാക്കാനും ഒരുമിച്ച് നിർത്താനും കഴിയുന്ന വികാരങ്ങളെയും പ്രവൃത്തികളെയും വലിയ എന്തത്ഭുതമാണ് ലോകത്തിലുള്ളത്. മനസ്സിൽ നന്മയും വിശുദ്ധിയുമുള്ളവരുടെ ശേഷികൾ അത്ഭുതങ്ങളായി രൂപാന്തരം പ്രാപിക്കും. മ്ലേച്ഛതയും അശുദ്ധിയും സൂക്ഷിക്കുന്നവർ അപമാനം വരുത്തിവെക്കും. അത്ഭുതങ്ങൾ തേടി അലയാതെ സ്വയം ഒരു അത്ഭുതമാണെന്ന് തിരിച്ചറിയുക.